സാധാരണഗതിയിൽ നാം എല്ലാവരും പ്രഷർ നോക്കാറുണ്ട്. കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ശരിയായ പ്രഷർ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ, അതായത് നാം പ്രഷർ നോക്കുകയാണെങ്കിൽ 120/80 എന്നാണ് വരേണ്ടത്. അതാണ് നോർമലായിട്ട് കണക്കിലെടുക്കുന്നത്. അപ്പോൾ ഈ 120/80 ഉണ്ടെങ്കിൽ അത് നോർമൽ പ്രഷറാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ പ്രശ്നങ്ങളില്ല, ശരീരത്തിൽ മറ്റ് പ്രശ്നങ്ങളില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി ഈ പ്രഷറിൻ്റെ കാര്യത്തിൽ നമുക്ക് മറ്റൊരു സംഗതി കൂടി നോക്കേണ്ടതുണ്ട്. അത് പൾസ് പ്രഷറാണ്. പൾസ് പ്രഷർ എന്ന് പറഞ്ഞാൽ അതായത് ഈ 120 നിന്ന് 80 കുറയ്ക്കുക, അതായത് വലിയ പ്രഷറിൽ നിന്ന് ചെറിയ പ്രഷർ കുറയ്ക്കുന്നു. എന്താണ് ഈ വലിയ പ്രഷർ? ഹൃദയം സങ്കോചിക്കുമ്പോൾ, അതായത് ഹൃദയം ചുരുങ്ങുമ്പോൾ രക്തക്കുഴലിലുണ്ടാകുന്ന സമ്മർദ്ദമാണ് വലിയ പ്രഷർ. അത് ചെറിയ പ്രഷറോ ഹൃദയം വികസിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ്. ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് നോക്കുന്നതാണ് പൾസ് പ്രഷർ. ഈ പൾസ് പ്രഷറിന് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. ഞാൻ മറ്റൊരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. ഒരു വ്യക്തിയുടെ പ്രഷർ 110/50 ആണെന്നിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പൾസ് പ്രഷർ ഏതാണ്ട് 60 മേലെ പോകുന്നു. അതായത് 110 നിന്ന് നമ്മൾ 50 കുറയ്ക്കുമ്പോൾ 60 കിട്ടുന്നു. ഈ 60 പൾസ് പ്രഷർ വരികയാണെങ്കിൽ അത് അപകടം പിടിച്ച ഒരവസ്ഥയാണ്. നോർമലി നോക്കുമ്പോൾ പ്രഷർ കൂടുതലില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് അത് തോന്നും. എന്നാൽ അങ്ങനെയല്ല. പൾസ് പ്രഷറിന് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. അത് വളരെയധികം കൂടുകയോ വളരെയധികം കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരമായ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണത് എന്നുള്ളത് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഇപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലായി പൾസ് പ്രഷർ എന്ന് പറഞ്ഞാൽ സിസ്റ്റോളിക് പ്രഷറിൽ നിന്ന്, അതായത് ഹൃദയം ചുരുങ്ങുമ്പോഴുള്ള പ്രഷറിൽ നിന്ന് ഹൃദയം വികസിച്ച് നിൽക്കുമ്പോഴുള്ള, അതായത് റിലാക്സ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള പ്രഷർ കുറയ്ക്കുന്നതാണ്. അതിൻ്റെ അളവ് ഒരു 40 മുതൽ 50 വരെ വരാം. അതിൽ കൂടുതലാകുകയോ അതുപോലെ വളരെയധികം കുറയുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ടാവും. ആ രോഗകാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈംഗിക ശേഷിക്കുറവ്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ ലൈംഗിക ശേഷിക്കുറവ് കാണപ്പെടുന്നുണ്ട്. അതുകൂടാതെ അവരെ സംബന്ധിച്ചിടത്തോളം സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള കഠിനമായ ക്ഷീണം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതുകൂടാതെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാകുന്നതായും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൾസ് പ്രഷർ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇതുകൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ശരീരത്തിലുണ്ടാകുന്നത് അത് ഓരോന്നോരോന്നായി നമുക്ക് ഒന്ന് പരിശോധിക്കാം. സാധാരണ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് നോർമലായിട്ടുള്ള ഒരു 20 വയസ്സ് മുതൽ ഒരു 40 വയസ്സ് വരെയുള്ള വ്യക്തികളെയാണ് ഞാനിവിടെ ചെറുപ്പക്കാരെന്ന് ഉദ്ദേശിക്കുന്നത്. ആ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൾസ് പ്രഷർ 40-ന് അടുത്ത് തന്നെയായിരിക്കും. അതായത് 40, 45 അല്ലെങ്കിൽ 35 ആ ലെവലിലായിരിക്കും. അതിൻ്റെ പ്രായം അങ്ങോട്ട് കൂടുന്തോറും വൃദ്ധരിൽ സാധാരണയിൽ പൾസ് പ്രഷറിൽ നല്ല മാറ്റം വരാറുണ്ട്. അവരുടെ 50, 60 ആകുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഈ പൾസ് പ്രഷറിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? പൾസ് പ്രഷറിന് മാറ്റം വന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, രക്തക്കൊള്ളികളിൽ ഹൃദയം ചെലുത്തുന്ന സമ്മർദ്ദമാണ് നാം പ്രഷറായിട്ട് ഇവിടെ അളന്നു കൂട്ടുന്നത്. അപ്പോൾ രക്തക്കൊള്ളിൽ സമ്മർദ്ദമുണ്ടാകുകയാണെങ്കിൽ രക്തക്കൊള്ളിൽ സാധാരണ ഇതിൽ എങ്ങനെയായിരിക്കണം? എപ്പോഴും വികസിക്കുന്നതും ചുരുങ്ങുന്നതുമായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ അത് ഇലാസ്റ്റിക് ആയിരിക്കണം. അങ്ങനെ ഇലാസ്റ്റികത നഷ്ടപ്പെടുകയാണെങ്കിൽ, രക്തക്കൊള്ളിൽ സ്റ്റിഫാകുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കഠിനമാകുകയാണെങ്കിൽ തീർച്ചയായും വേണ്ടത്ര രക്തം ഒരു അവയവത്തിന് എത്തിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ രക്തക്കൊള്ളിൽ സ്റ്റിഫാകുകയാണെങ്കിൽ പൾസ് പ്രഷർ കൂടുന്നതായി കാണാം. ഈ പൾസ് പ്രഷർ കൂടുന്ന അവസ്ഥകൾ ഏതൊക്കെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരവസ്ഥയിൽ പൾസ് പ്രഷർ കൂടാം. അത് വരുന്നതിന് മുമ്പ് തന്നെ പൾസ് പ്രഷർ കൂടും. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പൾസ് പ്രഷറിലെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ എല്ലാം സൂചന എന്ന രീതിയിൽ ലൈംഗിക ശേഷിക്കുറവ് ആദ്യമായി ഇത്തരം വ്യക്തികളിൽ കാണപ്പെടുന്നുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് പൾസ് പ്രഷർ കൂടുകയാണെങ്കിൽ ആ വ്യക്തിയോട് ആദ്യം ചോദിക്കേണ്ടത് നിങ്ങളുടെ ലൈംഗിക ശേഷി എങ്ങനെയുണ്ടെന്നുള്ളതാണ്. ലൈംഗികമായിട്ട് നല്ല ബലം കിട്ടുന്നില്ല, പുലർകാലമുള്ള ലിംഗോദ്ധാരണം കാണപ്പെടുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൾസ് പ്രഷറിൽ വ്യതിയാനം വന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒരു രോഗിക്ക് ലൈംഗികമായിട്ടുള്ള ഒരു ശേഷിക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും പുലർകാലമുള്ള ഉദാഹരണം കുറവായി കാണപ്പെടുകയോ അല്ലെങ്കിൽ ഇതിനോട് ലൈംഗികതയോട് താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി പോവുകയോ ചെയ്യുകയാണെങ്കിൽ
ആദ്യം ഡോക്ടറെ അടുക്കൽ പോയിട്ട് നോക്കേണ്ടത് പ്രഷറാണ്. എന്നിട്ട് വലിയ പ്രഷറിൽ നിന്ന്, അതായത് കൂടിയ പ്രഷറിൽ നിന്ന് ചെറിയ പ്രഷർ കുറച്ച് നോക്കുക. 50 മേലോട്ടായിരിക്കും ഇത്തരം വ്യക്തികളിൽ പ്രഷർ കാണുക. അതായത് ഈ രണ്ട് പ്രഷറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഹാർട്ട് അറ്റാക്ക് വരാൻ പോകുന്നു, സ്ട്രോക്ക് വരാൻ പോകുന്നു, ഇത്തരം മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഏതെങ്കിലും വരുവാനുള്ളതിൻ്റെ ആദ്യ ലക്ഷണമായി കഴിഞ്ഞു. അപ്പോൾ അതിന് പരിഹാര മാർഗമില്ലേ? തീർച്ചയായിട്ടും പരിഹാര മാർഗമുണ്ട്. ഈ പരിഹാര മാർഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? നമ്മൾ ECG എടുക്കണം, ഹാർട്ടിന് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കംപ്ലീറ്റ് ആയിട്ട് പരിശോധിക്കണം. ലിപ്പിഡ് പ്രൊഫൈലിൽ വെറും കൊളസ്ട്രോൾ പരിശോധിക്കുകയല്ല വേണ്ടത്, ലിപ്പിഡ് പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ട് പരിശോധിക്കണം. അതായത് സാധാരണ കൊളസ്ട്രോൾ, അതുപോലെ ട്രൈഗ്ലിസറൈഡ്, VLDL, LDL, ഇത്തരം, അതുപോലെ HDL, ഈ പരിശോധനകളെല്ലാം നടത്തി കഴിഞ്ഞാൽ ഇത് സ്റ്റിഫാകുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൊളസ്ട്രോൾ വളരെയധികം കൂടുതലാണെങ്കിൽ, അതായത് ചീത്ത കൊളസ്ട്രോൾ, നമുക്കറിയാം ട്രൈഗ്ലിസറൈഡ്, VLDL, LDL മുതലായവ ചീത്ത കൊളസ്ട്രോളാണ്. ആ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുകയും HDL എന്ന നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ രക്തക്കൊള്ളുകൾക്ക് അത് സ്റ്റിഫ്നെസ് ഉണ്ടാക്കുന്നു, ബ്ലോക്ക് ഉണ്ടാക്കുന്നു. ഇതുകൂടാതെ തന്നെ ഇങ്ങനെ കൊളസ്ട്രോൾ കൂടുമ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് രക്തക്കൊള്ളുകളുടെ ഭിത്തിയിൽ ചില ഡിപ്പോസിറ്റുകൾ ഒട്ടിപ്പിടിക്കുന്നു. ഈ കൊളസ്ട്രോളിൻ്റെ തന്നെ കൊഴുപ്പ് ഒട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതോടുകൂടി ഈ രക്തക്കൊള്ളുകൾക്ക് വീണ്ടും ചുരുങ്ങുവാനും വികസിക്കുവാനുമുള്ള കഴിവില്ലാതാകുന്നു, അതിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ളവരിൽ പ്രഷർ കൂടുന്നു, അതുപോലെ തന്നെ പൾസ് പ്രഷറും കൂടുന്നതായി കാണാം. ഇനി പൾസ് പ്രഷർ കൂടുന്നത് കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്ട്രോക്ക് വരാം, ഹാർട്ട് അറ്റാക്ക് വരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യ ലക്ഷണമായിട്ട് ലൈംഗിക ശേഷിക്കുറവ് അവിടെ കാണപ്പെടുന്നു. അപ്പോൾ ലൈംഗിക ശേഷിക്കുറവ് കാണപ്പെടുന്ന വ്യക്തികൾ സാധാരണ ഇതിനെ അവഗണിക്കുകയാണെങ്കിൽ പിന്നീട് അവർക്ക് ലിംഗത്തിലേക്കുള്ള രക്തോട്ടം കുറയുക എന്നുള്ളത് മാത്രമല്ല, ഹാർട്ടിലേക്കുള്ള രക്തോട്ടം കുറയും, തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറയും, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നാം വേണ്ട രീതിയിൽ പെരുമാറുകയാണെങ്കിൽ, അതായത് വേണ്ട രീതിയിലുള്ള ചികിത്സ തേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മാറ്റം വരുത്താൻ പറ്റും. അത് പ്രഷർ കൂടിയ ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥിരമായി വ്യായാമം ചെയ്യുകയും ആഹാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും മാനസികമായിട്ട് നല്ല രീതിയിലുള്ള ഒരു സംതൃപ്തി ലഭിക്കുന്ന, അല്ലെങ്കിൽ സന്തോഷം ലഭിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ പ്രഷർ തീർച്ചയായിട്ടും കുറയും. അതുപോലെ തന്നെ ഉറക്കം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് നല്ല രീതിയിൽ ഉറങ്ങുകയാണെങ്കിൽ, തടസ്സങ്ങളില്ലാതെ ഉറങ്ങുകയാണെങ്കിൽ അവരുടെ പ്രഷർ നിയന്ത്രിച്ച് പോകാൻ കഴിയുന്നതാണ്. പൾസ് പ്രഷർ കൂടുന്ന അസുഖങ്ങൾ ഏതെല്ലാമാണ്? ഹാർട്ട് അറ്റാക്ക്, തീർച്ചയായിട്ടും പൾസ് പ്രഷർ കൂടും. അതുപോലെ തന്നെ സ്ട്രോക്ക് വരിക, പൾസ് പ്രഷർ കൂടും. ഇതുകൂടാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ രക്തക്കൊള്ളുകളുടെ കാഠിന്യം കൂടുന്ന അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പൾസ് പ്രഷർ കൂടും. അപ്പോൾ ഈ പൾസ് പ്രഷർ കൂടുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ അതായത് പ്രവൃത്തികളിലേക്ക്, അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങളിലേക്ക് നാം പോവുക എന്ന് പറയുന്നത് നിരന്തരം വ്യായാമം ചെയ്യുക, അതുപോലെ തന്നെ ആഹാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക, ഉറക്കം നന്നായി നല്ല രീതിയിൽ ഉണ്ടാകുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പൾസ് പ്രഷർ കൂടാതെ മുമ്പോട്ട് പോകാൻ കഴിയും. അത് കൂടുന്നതിന് മുമ്പ് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ കൂടിക്കഴിഞ്ഞിട്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി പൾസ് പ്രഷർ കുറയുന്ന ഒരവസ്ഥ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 120/80 നമ്മളുടെ എല്ലാവരുടെയും പ്രഷർ. അതേസമയത്ത് ഒരു പ്രഷർ കുറഞ്ഞിട്ട് ഒരു 110, അതായത് 90-ലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നാം സംശയിക്കേണ്ടത്. ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പൾസ് പ്രഷർ കുറയും. ഇതുകൂടാതെ വേറൊരു കാര്യം, കാർഡിയാക് ടെമ്പനേഡ് എന്ന് പറഞ്ഞ് ഒരവസ്ഥയുണ്ട്. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ പുറത്ത് ഒരു ആവരണമുണ്ട്, അത് പെരിക്കാർഡിയം എന്നാണ് അതിൻ്റെ പേര് പറയുക. ഈ ഹൃദയത്തിനും പെരിക്കാർഡിയത്തിനും ഇടയ്ക്കായിട്ട് കുറച്ച് ദ്രാവകമുണ്ട്. ആ ദ്രാവകം അതിനൊരു ഷോക്ക് അബ്സോർബറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഷോക്ക് അബ്സോർബറായി പ്രവർത്തിക്കുന്ന ആ ദ്രാവകത്തിൻ്റെ അളവ് വല്ലാതെ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൃദയത്തിന് വേണ്ട രീതിയിൽ വികസിക്കാൻ കഴിയില്ല, ചുരുങ്ങാൻ കഴിയില്ല. അതായത് ഈ കൂടുതലായി ഉണ്ടാകുന്ന ദ്രാവകം ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമ്പോഴും പൾസ് പ്രഷർ കുറയുന്നതായി കാണാം. ഇതുകൂടാതെ ഹൃദയത്തിൽ നിന്ന് പോകുന്ന ഒരു വലിയ രക്തക്കൊഴലാണ് മഹാധമനി. ആ മഹാധമനി ചുരുങ്ങിപ്പോവുക, അതായത് അയോർട്ടിക് സ്റ്റീനോസിസ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ പൾസ് പ്രഷർ കുറയാറുണ്ട്. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നത്
പൾസ് പ്രഷർ കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവിലേക്ക് പോകും, ലൈംഗികമായിട്ടുള്ള ബലക്കുറവിലേക്ക് പോകും, പുലർകാലമുള്ള ഉദാഹരണം ഇല്ലാതെയാകും. ഇതിന് മാറ്റം വരുത്തുന്നതിന് ഈ അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കുവാൻ നാം എന്ത് ചെയ്യണമെന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അതിനുള്ള ചികിത്സയും ആഹാര രീതിയും വ്യായാമവും ഒക്കെയാണ് നാം അവലംബിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടി പറയാം. സാധാരണഗതിയിൽ നല്ല പ്രഷറുള്ള ഒരു വ്യക്തി, അതായത് അദ്ദേഹത്തിൻ്റെ പ്രഷർ 160, 110 ഇവിടെ പൾസ് പ്രഷർ 50, 50 അടുത്താകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കും. ഒരു സുപ്രഭാതത്തിൽ പ്രഷർ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഷർ 110, 70 വന്നിരിക്കുന്നു. ഇവിടെ പൾസ് പ്രഷർ നോർമലായി എല്ലാം കഴിഞ്ഞിരിക്കുന്നു, അയാളുടെ പ്രഷർ നോർമലായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ നാം സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ സന്തോഷിക്കുകയല്ല വേണ്ടത്. ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് ട്രങ്കേറ്റഡ് ഹൈപ്പർ ടെൻഷൻ എന്നൊരവസ്ഥയാണ്. അദ്ദേഹത്തിന് ആ രാത്രിയിൽ അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം അത് അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പ്രഷറിൽ നിന്ന് ഒരു വല്ലാത്ത കുറവ്, അത് 160 ഉണ്ടായിരുന്നു 110 ആയിരിക്കുന്നു. ആ രീതിയിൽ പെട്ടെന്ന് കുറയുകയാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ, അത് മരുന്നുകളുടെ ഗുണം കൊണ്ടല്ല, മറ്റു രീതിയിലുള്ള ഒന്നുമല്ല, ഇത് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ECG എടുത്ത് നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ വ്യക്തികൾക്ക് കയറ്റം കയറുവാനും നടക്കുവാനും ഒക്കെ പിറ്റേ ദിവസം മുതൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, ഒരു സാധാരണയല്ലാത്ത ക്ഷീണം അനുഭവപ്പെടും. അതുകൊണ്ട് പൾസ് പ്രഷർ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ നാം എപ്പോഴും മാസത്തിലൊരിക്കലെങ്കിലും പ്രായം ഒരു 40 കഴിഞ്ഞാൽ പ്രഷർ നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ പ്രഷർ കൂടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പൾസ് പ്രഷർ എത്രയാണെന്ന് നോക്കണം. പൾസ് പ്രഷർ വളരെയധികം കൂടുതലാണെങ്കിൽ മറ്റ് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അത് കുറച്ചുകൊണ്ട് വരുവാനുള്ള ആഹാര രീതിയിലേക്കും വ്യായാമത്തിലേക്കും മറ്റും പോകണം. അതുപോലെ തന്നെ പൾസ് പ്രഷർ വളരെയധികം കുറയുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും രോഗകാരണം, അതായത് രക്തക്കുഴൽ മഹാധമനി ചുരുങ്ങിപ്പോയതോ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആവരണത്തിൽ, അതായത് പെരിക്കാർഡിയത്തിൽ മറ്റ് ദ്രാവകം വന്ന് നിറഞ്ഞതോ ആകാം. അതുപോലെ മറ്റ് അസുഖങ്ങൾ ഏതെങ്കിലും ആകാം. ഇത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സയിലേക്ക് പോകണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യമായി ഇതിനെല്ലാം സൂചന നൽകുന്നത് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ്. കാരണം ലൈംഗികമായിട്ടുള്ള പ്രശ്നത്തിൽ ഏതെങ്കിലും ഒരു നേരിയ വ്യതിയാനം, അതായത് താല്പര്യക്കുറവോ ലൈംഗിക ശേഷിക്കുറവോ ബലക്കുറവ്, അതുപോലെ ഇതിനോടുള്ള ഒരു പുലർകാലമുള്ള ലിംഗം ഉയർന്നു വരാത്ത അവസ്ഥ വരിക, ഇത്തരം കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളല്ല അത് ശരിക്കും ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങളുടെ ലക്ഷണം മാത്രമാണ്. ഇതിനുള്ള ചികിത്സ അതിൻ്റെതായ രീതിയിൽ നൽകേണ്ടതുണ്ട്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളിവിടെ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.